ഉടൻ അറസ്റ്റ് നടന്നിരിക്കണം, കട്ടായം പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. ഹൈക്കോടതിയുടെ ഗർജനം AKG സെന്റർ പിളർത്തിയിരിക്കുന്നു. ഹൈക്കോടതി ജഡ്ജി A. ബദറുദ്ദീൻ കഴിഞ്ഞ ദിവസത്തെ ഉത്തരവുകൾ വന്നതിന് ശേഷം ഇരിക്കപ്രതിയില്ലാത്ത നെട്ടോട്ടത്തിലാണ് CPM. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വരും മണിക്കൂറുകളിൽ ഒരു അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള ചില അഭ്യൂഹങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. SIT തൂക്കിയെടുക്കുക ശങ്കർദാസിനെയോ വിജയകുമാറിനെയോ? ഈ ചോദ്യം ശക്തം. അറസ്റ്റ് ഇവരിൽ ആരുടേതാണെങ്കിലും AKG സെന്ററിലെ അനുവാദത്തിനു വേണ്ടി കാത്തു നിൽക്കില്ല. SITയെ ഹൈക്കോടതി കുടഞ്ഞതിന് ശേഷം SIT രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. അന്വേഷണ സംഘത്തെ മുള്ളുമേൽ നിർത്തിയിരിക്കുകയാണ്. CM ഓഫീസിലെ തിരക്കിട്ട ചർച്ചകൾ കാണുമ്പോൾ SIT തൂക്കിയെടുക്കാൻ പോകുന്നത് ശങ്കർദാസിനെയാണോ എന്ന സംശയമുണ്ട്. ശങ്കർദാസിൻ്റെ മകൻ പോലീസ് ഏമാൻ പിണറായിയുടെ വിശ്വസ്തനാണല്ലോ. തൃശൂർ DIG ഹരിശങ്കർ സാറിന് അച്ഛൻ്റെ ഗതി ഓർത്തിട്ട് ഉറക്കമില്ല. ഉന്നത ഉദ്യോഗസ്ഥൻ്റെ അച്ഛനെ എങ്ങനെ ചോദ്യം ചെയ്ത് തൂക്കിക്കൊണ്ടു പോകണമെന്നറിയാതെ കുഴങ്ങി നിൽക്കുകയാണ് SITയും. ശങ്കർദാസ്, വിജയകുമാർ എന്നിവരുടെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകാൻ CPM ഓഫീസിൽ പണി തുടങ്ങിയിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളക്കേസിൽ 15 പേരുടെ പേരാണ് പ്രതിപട്ടികയിലുള്ളത്. ഇതുവരെ 8 അറസ്റ്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ബെല്ലാരി, ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവർ പുറത്തേക്കുള്ള കണ്ണികളാണ്. ബാക്കിയെല്ലാം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ്. ശങ്കർദാസിനെയും വിജയകുമാറിനെയും രക്ഷിക്കാൻ തൽക്കാലത്തേക്ക് ദേവസ്വം ബോർഡിലെ മറ്റാരുടെയെങ്കിലും അറസ്റ്റിന് സാധ്യതയുണ്ട്. പാർട്ടിയോട് കൂറുള്ള ഒരുത്തൻ്റെ അറസ്റ്റിനാകും സാധ്യത. ഈ ചർച്ചകളാണ് പുറത്തു വരുന്നത്. വാസു, പത്മകുമാർ എന്നിവരുടെ അറസ്റ്റ് നടക്കുമ്പോൾ CPM കേന്ദ്രങ്ങൾ വിറങ്ങലിച്ചുവെങ്കിലും വലിയ പ്രതിരോധത്തിന് പാർട്ടി നിന്നില്ല. കാരണം ഇരുവരും പാർട്ടിയോട് വിധേയപ്പെട്ടവരാണ്. പാർട്ടി പേടിയിൽ അത്യുന്നതങ്ങളിലേക്കുള്ള പേര് ഇവരുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരില്ല എന്ന ആശ്വാസത്തിലാണ് പാർട്ടി. എന്നാൽ ശങ്കർദാസ്, വിജയകുമാർ അങ്ങനെയല്ല. ഇരുവർക്കും വലിയ പാർട്ടി സ്നേഹമൊന്നുമില്ല. കൊള്ളയ്ക്ക് വഴിവെട്ടിത്തന്നു എന്നൊരു നന്ദിയും കടപ്പാടും മാത്രമേ ഇവർക്കുള്ളൂ. കുടുങ്ങുന്നു എന്ന് കണ്ടാൽ ഇരുവരും ഉള്ള സത്യങ്ങൾ വിളിച്ചു പോവും. ഇതാണ് ഇരുവരുടെയും അറസ്റ്റ് നടന്നാൽ പാർട്ടിയെ വിളറി പിടിപ്പിക്കുന്നത്. ഒരു അറസ്റ്റ് ഉടനുണ്ടാകും. അത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായിരിക്കും. ശങ്കർദാസ്, വിജയകുമാർ കൂട്ടത്തെ രക്ഷിക്കാൻ തൽക്കാലത്തേക്ക് മറ്റൊരു അറസ്റ്റിലേക്ക് വഴുതിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇരുവരെയും ചോദ്യം ചെയ്യലും അറസ്റ്റും അധികം നീട്ടിക്കൊണ്ടുപോകാൻ SITക്ക് കഴിയില്ല. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം SITയെ ലോക്കാക്കുകയായിരുന്നു ചെയ്തത്. 2 പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ കോടതിയുടെ വിമർശനം വന്നത്. കേസിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന് പുറമെ ബോർഡിലെ മറ്റംഗങ്ങൾക്കും തുല്യമായ ക്രിമിനൽ ഉത്തരവാദിത്വം ഉണ്ടെന്ന് കോടതി വെട്ടിത്തുറന്നു പറഞ്ഞു. 2019 ദേവസ്വം ബോർഡ് മെമ്പർമാരായിരുന്ന KP ശങ്കർദാസ്, N. വിജയകുമാർ എന്നിവരെ അന്വേഷണ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയത് ഗുരുതരമായ പിഴവാണ്. പ്രസിഡന്റിനൊപ്പം ഇരുവർക്കും സംഭവത്തിൽ തുല്യ പങ്കാളിത്തമുണ്ട്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്ത് സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ബോർഡിൻ്റെ കൂട്ടായ തീരുമാനമായിരുന്നു. എന്നിട്ടും പത്മകുമാറിനെതിരെ മാത്രം നടപടിയെടുത്തത് എന്തുകൊണ്ടാണ് എന്ന് കോടതി SITയോട് ചോദിച്ചു. ഒഴിവാക്കപ്പെട്ട ബോർഡ് അംഗങ്ങളെ കാര്യമായി ചോദ്യം ചെയ്തതായി രേഖകളിലും കാണുന്നില്ല. ഇത് അന്വേഷണത്തിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന കാര്യമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കോടതിയുടെ ഈ ഒരു നിരീക്ഷണത്തിൽ SIT അടിമുടി പതറി. അന്വേഷണത്തിൻ്റെ ദിശ ഉടൻ ശങ്കർദാസ്, വിജയകുമാർ എന്നിവരിലേക്ക് തിരിക്കണമെന്ന് SITയോട് ഉത്തരവിടുകയായിരുന്നു. ആ നിമിഷത്തിൽ ഹൈക്കോടതി SIT എടുത്ത കേസിൽ അതിൽ ദേവസ്വം ബോർഡിലെ 15 ഉദ്യോഗസ്ഥരുടെ പേരുകളാണ് പ്രതിപട്ടികയിലുള്ളത്. പക്ഷേ ഇതിൽ 6 അറസ്റ്റും ആണ് നടന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെയാണ് പത്മകുമാർ ആ അന്വേഷണം നിൽക്കുകയായിരുന്നു. ദേവസ്വം ബോർഡിലെ മറ്റ് ഉദ്യോഗസ്ഥരിലേക്ക് SIT കടന്നില്ല. അത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഏറ്റവും പ്രസക്തമായിരുന്നു. അതായത് കൂട്ടായ ഉത്തരവാദിത്വത്തോടെ നടന്ന കൊള്ളയിൽ എന്തിനാണ് ചിലരെ മാറ്റി നിർത്തിയത് എന്ന ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചത്. പത്മകുമാറും വാസുമൊക്കെ മൊഴി നൽകിയിട്ടുണ്ട്. മുരാരി ബാബു പറഞ്ഞിരിക്കുന്നത് ഇതിൽ 1-2 പേർ മാത്രമല്ല പല ഉന്നതരും ഉണ്ട് എന്ന് തന്നെയായിരുന്നു. ആ ഉന്നതർ ആരൊക്കെയാണ്? അവരിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല? പത്മകുമാറിൽ മാത്രം SIT തങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ട്? അതിനു മുന്നിലേക്ക് പോകാനുള്ള തടസ്സം എന്താണ്? സർക്കാരിൽ നിന്നുള്ള തടസ്സം ഉണ്ടാകുന്നുണ്ടോ? സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ടോ? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ കോടതി മുറിക്കുള്ളിൽ നിന്നുകൊണ്ട് ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും
അവരുടെ മുഖമോ പദവിയോ നോക്കാതെ നടപടി എടുത്തിരിക്കണം എന്നുള്ളതാണ്. കോടതിക്കും കൃത്യമായി അറിയാമല്ലോ ശങ്കർദാസ് അത്ര ചെറിയ ആളൊന്നുമല്ല എന്ന്. ഒരു പോലീസ് ഏമാൻ്റെ അച്ഛനും കൂടിയാണല്ലോ. അതുകൊണ്ട് പല വഴിക്ക് ശങ്കർദാസിനെയും വിജയകുമാറിനെയും ഒക്കെ രക്ഷിച്ചെടുക്കാനുള്ള പല കളികൾ നടക്കും. അത്തരം കളികളൊന്നും ഹൈക്കോടതിയിൽ വില പോകില്ല എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പായിരുന്നു ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ KP ശങ്കർദാസിനെ പ്രത്യേക അന്വേഷണ സംഘം മുൻപ് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ആ മൊഴികളിലെ വലിയ വൈരുദ്ധ്യം ഉണ്ടായിരുന്നു. എന്നിട്ടും വീണ്ടും വിളിച്ച് ചോദ്യം ചെയ്തിരുന്നില്ല. ശങ്കർദാസിനെ എന്തുകൊണ്ട് SIT ചോദ്യം ചെയ്തില്ല എന്ന് മറുപടി പറയേണ്ടി വരും. ഇതൊക്കെയാണ് ഹൈക്കോടതി സംശയത്തോടെ നിരീക്ഷിച്ചത്. തന്ത്രിയും ഉദ്യോഗസ്ഥരും തീരുമാനിച്ച കാര്യങ്ങളാണ് ബോർഡ് ശബരിമലയിൽ നടപ്പാക്കിയതെന്നായിരുന്നു ശങ്കർദാസ് ആദ്യം മൊഴി കൊടുത്തത്. 2019 ശബരിമല ശ്രീകോവിലിൻ്റെ സ്വർണ്ണ കട്ടിളപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളിയും ചെമ്പായി മാറിയെന്ന് രേഖപ്പെടുത്തിയതിൽ സംശയം തോന്നിയിരുന്നില്ല. സ്വർണത്തിൻ്റെ തിളക്കം കുറഞ്ഞെന്നും വീണ്ടും സ്വർണം പൂശണമെന്നുള്ള ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് ബോർഡ് അംഗീകരിക്കുകയായിരുന്നു. ഉണ്ണികൃഷ്ണ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് ആരാണ് എന്നുള്ളത് കൃത്യമായി അറിയില്ല. വ്യക്തിപരമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുപ്പമില്ല. ശബരിമലയുടെ പേരിൽ യാതൊരു സാമ്പത്തിക ലാഭവും നേടിയിട്ടില്ല എന്നാണ് ശങ്കർദാസ് SITക്ക് നൽകിയ മൊഴി. എന്നാൽ ശങ്കർദാസ് പറഞ്ഞതിൽ തന്നെ അയാളെ കൊടുക്കുന്ന പലതും ഉണ്ടായിരുന്നു. പോറ്റിയെ തനിക്ക് വ്യക്തിപരമായി അറിയില്ല എന്നായിരുന്നു ശങ്കർദാസ് പറഞ്ഞത്. എന്നാൽ പോറ്റിയുടെ മൊഴിയിലുണ്ട് ദേവസ്വം ബോർഡിലെ ഉന്നതരുമായിട്ടൊക്കെ തന്നെ തനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത്. അതിൻ്റെ തെളിവുകളും പോറ്റി SITക്ക് കൈമാറിയിട്ടുണ്ട്. N. വിജയകുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. വിജയകുമാർ പറഞ്ഞത് ശങ്കർദാസ് പറഞ്ഞ അതേ മൊഴി തന്നെയാണ്. അതായത് പോറ്റിയെ അറിയില്ല എന്ന്. പക്ഷേ പോറ്റി പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാം തനിക്ക് നല്ല വ്യക്തമായി അറിയാമെന്ന്. പോറ്റി അങ്ങനെ പറയണമെങ്കിൽ തന്നെ കുടുക്കിയാൽ താൻ പലരെയും കൊടുക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു. എന്നിട്ടും ഈ ഒരു തവണ മാത്രമായിരുന്നു ശങ്കർദാസിനെയും വിജയകുമാറിനെയും SIT വിളിച്ചത്. കോടതിയുടെ നിരീക്ഷണങ്ങളും ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. എന്താണ് മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യാത്തതും അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാത്തതും എന്നുള്ള കോടതിയുടെ ശക്തമായ ചോദ്യങ്ങളാണ് ഇവിടെ ഉയർന്നു കേട്ടത്. എന്തായാലും CPM ഭയപ്പെടുകയാണ്. AKG സെൻറ്ററിലൊക്കെ തിരക്കിട്ട ചർച്ചകളാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി അധിക സമയമില്ല. അപ്പോൾ ഈ സമയത്ത് സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ CPMനെ പ്രതിസന്ധിയിലാക്കുന്ന കാര്യങ്ങൾ ഉയർന്നു വന്നാൽ അത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ പ്രത്യാഘാതങ്ങൾ CPMന് ഉണ്ടാക്കും. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു നീക്കങ്ങളിലേക്ക് കടന്നാൽ എങ്ങനെയായിരിക്കും. SITക്ക് മുട്ടുപിറക്കിയാണ് ഇവരെയൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇവരെയൊക്കെ ചോദ്യം ചെയ്യാൻ എങ്ങനെയാണ് വിളിപ്പിക്കുക. തങ്ങൾക്ക് മുകളിലുള്ള ആളുകളുടെ അച്ഛന്മാരാണ്, അല്ലെങ്കിൽ അത്രയോ ഉന്നതങ്ങളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. പക്ഷെ കൊള്ളക്കാർ എന്നുള്ളത് എന്തുകൊണ്ട് SIT മനസ്സിലാക്കുന്നില്ല എന്ന ചോദ്യമാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. എന്തായാലും ഈ ശങ്കർദാസിനെയും വിജയകുമാറിനെയും ഒക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ എന്തൊക്കെയാകും അവരുടെ വായിൽ നിന്ന് വരുന്നത്, ഏതൊക്കെ CPMൻ്റെ നേതാക്കളും മുൻ മന്ത്രിയും MPയും MLA ഒക്കെ കുടുങ്ങും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. വരും ദിവസങ്ങളിൽ ശബരിമല കൊള്ള വലിയ തരത്തിൽ ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.